ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരിക്കൽ ഒരു യഹൂദ റാബി നീണ്ട വർഷങ്ങളിലെ പഠനവും പരിശീലനവും പൂർത്തിയാക്കി മടങ്ങുന്ന ശിഷ്യരോട് അവസാനമായി ഒരു ചോദ്യം ചോദിച്ചു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ദൈവത്തിന്റെ നിയമങ്ങളെക്കുറിച്ചും നീതിയുടെ മാർഗങ്ങളെക്കുറിച്ചും നിങ്ങൾ വളരെ വിശദമായി പഠിച്ചു. ഇനി എന്റെ ചോദ്യം ഇതാണ്: നിയമങ്ങളെല്ലാം അനുസരിച്ച് നീതിയുടെ പാതയിൽ ജീവിക്കുവാൻ മനുഷ്യന് ആവശ്യമായിട്ടുള്ളത് എന്താണ്? ഒന്നാമൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടരായ മനുഷ്യരോടുകൂടി ജീവിച്ചാൽ നിയമം ലംഘിക്കാൻ സാധ്യത ഏറെയാണ്. അതിനാൽ നീതിയെ സ്നേഹിക്കുന്ന നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിയമം പാലിക്കുക എളുപ്പമാണ്. രണ്ടാമൻ പറഞ്ഞു, നിയമം അനുസരിച്ച് ജീവിക്കുവാൻ നല്ല ജ്ഞാനം വേണം. ജ്ഞാനമില്ലാത്തവന് നിയമം അർത്ഥശൂന്യമായി തോന്നും. മൂന്നാമന്റെ മറുപടി, അറിവ് എത്രയുണ്ടെങ്കിലും നല്ല സ്വഭാവ ഗുണമുള്ളവന് നിയമം അനുസരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ സ്വഭാവ മഹിമയാണ് നീതിയെയും നിയമത്തെയും പിന്തുടരാൻ ഏറെ ആവശ്യം. എന്നാൽ നാലാമത്തെ ശിഷ്യൻ പറഞ്ഞത്, എനിക്ക് തോന്നുന്നത് നിയമം പാലിക്കാൻ മനുഷ്യന് ഏറ്റവും ആവശ്യം നല്ലൊരു ഹൃദയമാണെന്നാണ്. ഈ ഉത്തരത്തിൽ സംപ്രീതനായ റാബി നാലാമത്തെ ശിഷ്യനെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, നല്ല ഹൃദയമുണ്ടെങ്കിൽ സ്വഭാവ ഗുണവും ജ്ഞാനവും നല്ല സുഹൃത്തുക്കളും താനേ ഉണ്ടാവും. അതിനാൽ നന്മയുടെ വഴികളിലൂടെ നടക്കാൻ നമുക്ക് ഏറ്റവും ആവശ്യം നല്ലൊരു ഹൃദയമാണ്. അതുകൊണ്ടാണ് ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത്: ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമെന്ന്. ഹൃദയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവന്റെയും വ്യക്തിത്വത്തിന്റെയും കേന്ദ്ര സ്ഥാനമാണ്. ഈ കേന്ദ്ര സ്ഥാനത്ത് മാറ്റമുണ്ടായാൽ ജീവിതം മുഴുവനിലും മാറ്റമുണ്ടാകും. ചിന്തകളുടെയും വാക്കുകളുടെയും പ്രവൃത്തിയുടെയും ഉറവിടമായ ഹൃദയം ശുദ്ധമാക്കാതെ ജീവിതത്തെ നവീകരിക്കാനുള്ള ശ്രമങ്ങൾ പാഴ്വേലയാണ്. അതിനാൽ ഒരു പുതിയ ഹൃദയം സ്വന്തമാക്കണം. യഹോവയായ ദൈവം നമ്മോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. എസ്കേലിന്റെ പുസ്തകം 36-ാം അധ്യായം അതിന്റെ 26-27 വാക്യങ്ങൾ. വീണ്ടും ജനന അവസരത്തിൽ ഒരു വിശ്വാസിക്ക് കിട്ടുന്നത് പുതിയൊരു ഹൃദയമാണ്. പാപം വഴി ആ ഹൃദയം മലിനമായിട്ടുണ്ടെങ്കിൽ അനുതാപത്തിലൂടെയും മാനസാന്തരത്തിലൂടെയും പാപമോചന കൂദാശകളിലൂടെയും ഹൃദയത്തെ നവീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന്. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ് പ്രസ്താവിക്കുന്നത്. മനുഷ്യന്റെ ഹൃദയം കാപട്യം നിറഞ്ഞതാണ്. ഹൃദയത്തിന്റെ ചിന്തകളാണ് നല്ലതും ചീത്തയുമായ ഫലം പുറപ്പെടുവിക്കുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 22-ാം വാക്യം മുതലുള്ള ഭാഗത്ത് പറയുന്നത്, മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കാമം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. 119-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നു, ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധിക്ക് ഏറ്റവും ആവശ്യമായ കാര്യം ദൈവവചനത്തിലൂടെയുള്ള ജീവിതമാണ്. ഞാൻ കേൾപ്പിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നുവെന്ന് സുവിശേഷത്തിൽ വായിക്കുന്നു. അതിനാൽ വചനത്തിന്റെ കേൾവിയിലൂടെയും പഠനത്തിലൂടെയും ധ്യാനത്തിലൂടെയും പുതുക്കം പ്രാപിച്ച് പുതിയ ഹൃദയത്തിന് ഉടമകളായി തീരാം. ഹൃദയം പുതുതാകുമ്പോൾ ജീവിതം പുതുതാകും. മറ്റുള്ളവരോടുള്ള ഇടപെടലിൽ വ്യത്യാസമുണ്ടാകും. വിരസതയും തളർച്ചയും മാറി ഉണർവും ഉന്മേഷവും ഉണ്ടായി അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ നമുക്കേവർക്ക് സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കിനെ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.